കീച്ചേരി സർക്കാർ ആശുപത്രിയിൽ സമഗ്രമായ ചികിത്സാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യവുമായി ആശുപത്രി സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിലേക്ക്. ഡിസംബർ 22-ന് ചാലക്കപ്പാറയിൽ നടത്തുന്ന മഹാസംഗമത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ. ആമ്പല്ലൂർ പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സാധാരണക്കാരന്റെ ആരോഗ്യ പരിപാലനത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്ന കീച്ചേരി സർക്കാർ ആശുപത്രി ഇന്ന് തകർച്ചയിലാണെന്നും ആശുപത്രിയിൽ സമഗ്രമായ ചികിത്സാ സംവിധാനങ്ങൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 22-ന് ചാലക്കപ്പാറയിൽ ആയിരക്കണക്കിന് ജനങ്ങളുടെ മഹാസംഗമം നടത്തുന്നത്. ആശുപത്രിയുടെ മദർ CHC പദവി റദ്ദാക്കിയ DMOയുടെ ഉത്തരവ് റദ്ദാക്കുക, കിടത്തി ചികിത്സ പുനഃസ്ഥാപിക്കുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക, ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുക, വൈകുന്നേരങ്ങളിൽ OP ആരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മഹാസംഗമത്തിൽ ജനങ്ങൾ അണിനിരക്കുന്നത്. കീച്ചേരി സർക്കാർ ആശുപത്രിയുടെ കാര്യത്തിൽ സർക്കാർ കാണിക്കുന്ന ഗുരുതരമായ അവഗണന ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ KO സുധീർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആശുപത്രി സംരക്ഷണ സമിതി രക്ഷാധികാരി ഗാലിദ് മാസ്റ്റർ, ചെയർമാൻ ജോർജ്, വൈസ് ചെയർമാൻ സലാം കാടാപ്പുറം, ജോയിന്റ് കൺവീനർമാരായ KM സിബി, സജി കരുണാകരൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ TC കമല ടീച്ചർ, ബെന്നി വേഴപ്പറമ്പിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിനുശേഷം 86ഓളം കുടുംബ സദസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു. അതിൽ SNDPയുടെയും കത്തോലിക്ക പള്ളിയുടെയും കുടുംബയോഗങ്ങളിലെയും അതുപോലെ തന്നെ കുടുംബ സേവാ സംഘത്തിൻ്റെയും ധീവര സമുദായത്തിൻ്റെയും റെസിഡൻസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ KPMSൻ്റെയും എല്ലാ കുടുംബയോഗങ്ങളിലും ഏതാണ്ട് 86 കുടുംബയോഗങ്ങൾ മൈക്രോ ലെവലിൽ സംഘടിപ്പിച്ച് ജനങ്ങളെ സമരസന്നദ്ധരാക്കി. അതിൻ്റെ ബഹിസ്ഫുരണം എന്നോണം ആ മദർ CHC പദവി നമുക്ക് ഗവൺമെൻറ് മറ്റെല്ലാവരും ഇടപെട്ടിട്ടാണ് അത് നമുക്ക് ക്യാൻസലാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യം കിടത്തി ചികിത്സ, 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം, അതുപോലെ തന്നെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അനുബന്ധ സൗകര്യങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം. ഈ സമരസമിതിയുടെ ജനങ്ങൾ കാഴ്ചക്കാരല്ല, ജനങ്ങൾ കാവൽക്കാരാണ്, കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്നുള്ളതാണ് ഈ സമിതിയുടെ ആപ്തവാക്യം. പക്ഷേ സമരസമിതി കേവലം മദർ CHC പദവി തിരിച്ചു കിട്ടുക എന്നുള്ളത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. കീച്ചേരി ആശുപത്രിയിൽ 40 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കിടത്തി ചികിത്സയും അവിടെ ഉണ്ടായിരുന്ന പ്രസവം ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന സേവനങ്ങൾ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ മുദ്രാവാക്യം അല്ലെങ്കിൽ ആവശ്യം. കേവലം ഒരു മദർ CHC ഒരു പദവി കൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. മറിച്ച് കീച്ചേരി ആശുപത്രിയിലൂടെ നാട്ടുകാർക്കറിയാം, 40 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ പ്രസവിച്ച നിരവധി അമ്മമാരുണ്ട് ഈ നാട്ടിൽ. അവിടെ എന്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ മോർച്ചറി സംവിധാനം ഉണ്ടായിരുന്നു ഈ ആശുപത്രിയിൽ. അപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കപ്പെടുകയും ഈ പ്രദേശത്ത് ജനങ്ങളിൽ നിന്ന് ചികിത്സ കിട്ടണമെങ്കിൽ ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടത് ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുക. ഇവിടെയാണ് ആശുപത്രി സംരക്ഷണ സമിതി ഒരു സമര ആഹ്വാനം മുന്നോട്ട് വെച്ചത്. കാരണം അവരുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ മദർ CHC ഇല്ലാണ്ടാകുമ്പോൾ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് മൊത്തത്തിൽ കേരളത്തിൽ ആരോഗ്യരംഗം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം സർക്കാരിൻ്റെ ബഡ്ജറ്റിലേക്കുള്ള വിഹിതം മാറ്റിവെക്കുന്നതിലെ കുറവുകൾ വരുന്നു ആരോഗ്യരംഗത്തേക്കുള്ള. ന്യൂസ് ബ്യൂറോ, പിറവം. ഇറമ്പത്ത് ഗ്രൂപ്പിന്റെ ഇറ ഫർണിച്ചറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം 20,000 സ്ക്വയർ ഫീറ്റിൽ കോട്ടപ്പടിയിൽ. സ്കിൽഡ് ഡിസൈനേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് രൂപകൽപ്പന ചെയ്ത ട്രഡീഷണൽ ആൻഡ് ആർക്കിടെക്ചർ ഡിസൈൻ ഫർണിച്ചർ. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ എന്നും നിങ്ങളോടൊപ്പം ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം.